പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 17-ാം ദിവസം താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യത്തിലായിരിക്കുക എന്നതിൽ കവിഞ്ഞ സന്തോഷം സ്നേഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വേറെയില്ല. അങ്ങനെയെങ്കിൽ നാം യേശുനാഥനെ അത്യധികം സ്നേഹിച്ചാൽ ഇപ്പോൾ നാം അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കും. ദിവ്യകൂദാശയിൽ ഇരുന്ന് നമ്മെ കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ഈശോയോട് നമുക്ക് പറയുവാൻ ഒന്നുമില്ലേ? ഈശോയോടൊപ്പമായിരിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. അവിടുത്തെ മഹത്വത്തെ പ്രതിയും തീഷ്ണതയുള്ള നിരവധി ആത്മാക്കൾക്ക് ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹത്തെ പ്രതിയും നമുക്ക് ആഹ്ലാദിക്കാം. എല്ലാ മനുഷ്യരും ദിവ്യകൂദാശയിലെ ഈശോയെ സ്നേഹിക്കണമെന്നും തങ്ങളുടെ ഹൃദയങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കണമെന്നും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ചുരുങ്ങിയ പക്ഷം നമ്മുടെ സ്നേഹമെങ്കിലും അവിടത്തേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സ്നേഹം മുഴുവനും നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും ഈശോയാൽ നിറഞ്ഞിരിക്കട്ടെ. ഈശോ സഭാ വൈദികനായ സലേഷ്യ ദിവ്യകൂദാശയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ സമാധാനം കണ്ടെത്തി. അവിടുത്തെ സന്ദർശിക്കുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും മതിയായിരുന്നില്ല. സന്ദർശകരെ സ്വീകരിക്കാൻ വാതിൽക്കലേക്ക് വരുമ്പോഴും തിരിച്ചു മുറിയിലേക്ക് പോകുമ്പോഴും ആശ്രമത്തിലൂടെ ചുറ്റി നടക്കുമ്പോഴെല്ലാം തൻ്റെ ദിവ്യനാഥനെ സന്ദർശിക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. 1 മണിക്കൂറിൽ 1 പ്രാവശ്യമെങ്കിലും ദിവ്യകാരുണ്യനാഥനെ സന്ദർശിക്കത്തക്ക വിധം തീഷ്ണമായിരുന്നു ഈ വൈദികന്റെ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം. ഏറ്റവും ഒടുവിൽ ദിവ്യകൂദാശയിലുള്ള വിശ്വാസത്തെ പ്രതി മതനിന്ദകരുടെ കൈകളാലുള്ള രക്തസാക്ഷിത്വം വരിക്കുവാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. ഓ എൻ്റെ സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം വ്യക്തമാക്കിയ ഈ ദിവ്യകൂദാശയുടെ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന എൻ്റെ കർത്താവെ, എന്നെ പൂർണ്ണമായും അങ്ങയുടേതാക്കിക്കൊണ്ട് ഒരത്ഭുതം കൂടി അങ്ങ് പ്രവർത്തിക്കുക. അങ്ങേക്ക് വേണ്ടത് എന്നെ മുഴുവനുമായാണ്. തീർച്ചയായും അത് അങ്ങേക്ക് അർഹതപ്പെട്ടതുമാണ്. ഈ ലോകത്തിൻ്റെതായ സന്തോഷങ്ങൾ അങ്ങേക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തുകൊള്ളുക. ഞാൻ അതൊരിക്കലും അങ്ങയോട് ചോദിക്കുകയില്ല. അങ്ങയുടെ സ്നേഹത്തിനു വേണ്ടിയല്ലാതെ മറ്റൊന്നിനും വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ ഇല്ല. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ദാഹിക്കുന്നത്. ഞാൻ അതെന്നും അങ്ങയോട് ചോദിക്കുകയും ചെയ്യും. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമേ. മറ്റൊന്നും ഞാൻ അങ്ങയോട് ചോദിക്കുകയില്ല. സുകൃത ജപം. എൻ്റെ ഈശോയെ, ശരിക്കും എപ്പോഴാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുക? എൻ്റെ ഈശോയെ, ശരിക്കും എപ്പോഴാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുക? എൻ്റെ ഈശോയെ, ശരിക്കും എപ്പോഴാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുക? അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക്
എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപിയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയെ അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും സ്നേഹയോഗ്യയായ അമ്മേ എന്ന മധുരനാമം എനിക്കെത്ര പ്രിയങ്കരമാണ്. തീർച്ചയായും എൻ്റെ നാഥേ, അങ്ങ് ഏറ്റവും സ്നേഹയോഗ്യയാണ്. നിന്റെ സൗന്ദര്യത്തെ പ്രതി കർത്താവ് പോലും നിന്നെ സ്നേഹിച്ചു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. സങ്കീർത്തനം 45:11. വിശുദ്ധ ബനവന്തുര പറയുന്നു, അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അങ്ങേ നാമം ഏറ്റവും പ്രിയങ്കരമാണ്. കാരണം അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അങ്ങയെ സ്നേഹിക്കുവാനുള്ള അവരുടെ ആഗ്രഹം ഉണർത്തപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. എത്രയും ദയയും സ്നേഹവും ഉള്ളവളും അളവില്ലാത്ത വിധം സ്നേഹയോഗ്യയുമായ മറിയമേ, വികാരരഹിതരായി അങ്ങയുടെ നാമം ഉച്ചരിക്കുവാനോ അങ്ങയെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തെ പുനരുജ്ജീവിപ്പിക്കാതെ അത് ശ്രവിക്കുവാനോ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ ഏറ്റവും സ്നേഹയോഗ്യയായ അമ്മേ, ഞാൻ അങ്ങയെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ അങ്ങയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ തൃപ്തയാവുകയില്ല. ഇപ്പോൾ ഈ ഭൂമിയിലോ പിന്നീട് സ്വർഗത്തിലായാലോ ദൈവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലായി അങ്ങയെ സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനായി ശാഠ്യം പിടിക്കുന്നുവെങ്കിൽ അതിനു കാരണം എന്നെ അങ്ങിലേക്ക് ആകർഷിക്കുന്ന അങ്ങയുടെ മാധുര്യവും അങ്ങ് എന്നോട് കാണിച്ച പ്രത്യേക കാരുണ്യവുമാണ്. അങ്ങ് അല്പം മാത്രമായ സ്നേഹത്തിന് യോഗ്യയായിരുന്നുവെങ്കിൽ ഞാൻ അല്പം മാത്രമേ അങ്ങയെ സ്നേഹിക്കുമായിരുന്നുള്ളൂ. ഓ നാഥേ, അങ്ങയെ സ്നേഹിക്കുവാനുള്ള എൻ്റെ ഈ ആഗ്രഹത്തെ ഫലസമാപ്തിയിലെത്തിക്കുക. അതിൻ്റെ അടയാളമായി ദൈവത്തോട് ഈ ആഗ്രഹം അങ്ങ് എനിക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുക. കാരണം നാഥേ, നീ സ്നേഹിക്കപ്പെടുന്നതിൽ ദൈവം അത്യധികം സന്തോഷിക്കുന്നു. സുഹൃത ജപം. എൻ്റെ ഏറ്റവും സ്നേഹയോഗ്യയായ അമ്മേ, അങ്ങയെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. എൻ്റെ ഏറ്റവും സ്നേഹയോഗ്യയായ അമ്മേ, അങ്ങയെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. എൻ്റെ ഏറ്റവും സ്നേഹയോഗ്യയായ അമ്മേ, അങ്ങയെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഏറ്റവും അനുസരണമുള്ള ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ.
അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.